ഹായ് ഡിയേഴ്സ്. കുറേ നാളായി ഹായ് ഡിയേഴ്സ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് അങ്ങനെ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ പോലെ ഡ്രോയിങ് വീഡിയോ തന്നെയാണ്, വേറെ ഒന്നുമില്ലല്ലോ നമുക്ക്. ഇന്ന് വരയ്ക്കാൻ പോകുന്നത് ഒരു വാട്ടർ കളർ ഡ്രോയിങ് ആണ് കേട്ടോ. പണ്ടൊക്കെ സ്കൂളിൽ ഡ്രോയിങ് കോമ്പറ്റീഷനൊക്കെ പങ്കെടുക്കുമായിരുന്നു. ഗപ്പൊന്നും അധികം കിട്ടിയിട്ടില്ല, അധികമൊന്നും അല്ല, അങ്ങനെ ഒരുപാടും പങ്കെടുത്തിട്ടില്ലെന്ന് വേണം പറയാൻ. പങ്കെടുത്തതിന് ജസ്റ്റ് ഫസ്റ്റ് കിട്ടി. പിന്നെ അങ്ങോട്ട് പുറത്തോട്ടൊക്കെ പോകാനുള്ള ചാൻസൊന്നും വലുതായിട്ട് കിട്ടിയിട്ടില്ല. കൂടിയത് സബ് ജില്ല മാത്രമായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ഇവിടെ പറയേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മളിന്ന് വരയ്ക്കാൻ പോകുന്നത് ഓറഞ്ചാണ്. വാട്ടർ കളറൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. ഫസ്റ്റ് വാട്ടർ കളറ് ഈ വാട്ടർ കളറിന് ഒരു പ്രത്യേകതയുണ്ട്. എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഗിഫ്റ്റ് വേറെ ആരുമല്ല തന്നത്, എൻ്റെ ഒരു ബെസ്റ്റ് സ്റ്റുഡൻ്റാണ് എനിക്ക് തന്നത്. അപ്പം അന്ന് ഒരു വർഷമാവാൻ പോകുന്നു. അപ്പോൾ അന്ന് എനിക്ക് വരയ്ക്കാനൊന്നും ഒരു സമയമൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇതിന് മുമ്പ് ഞാൻ ഈ വാട്ടർ കളർ ഫസ്റ്റ് ടൈം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. പെൻഡിങ് ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിലൊരു കുഞ്ഞ് കയ്യബദ്ധം പറ്റിയതുകൊണ്ട് ചെയ്യാഞ്ഞത്. അപ്പോൾ ഔട്ട്ലൈനൊക്കെ ഞാൻ വരച്ചെടുത്തിട്ട് ഇതുപോലെ ഓറഞ്ച് കളർ എടുത്തു. പക്ഷേ ആദ്യം പരീക്ഷിക്കുന്നത് എൻ്റെ മോനാണ്. അവനത് വരച്ച് കളർ ചെയ്ത് കുളമാക്കുമെന്ന് തോന്നിയപ്പോൾ ഞാനിങ്ങ് പതുക്കെ നൈസനിങ് വാങ്ങിയിട്ടോ. അപ്പോൾ ഔട്ട്ലൈൻ്റെ പുറകിലല്ല വെളിയിലൊക്കെ പോയി. അങ്ങനെ ഞാനത് തട്ടിക്കൂട്ടി ഒന്ന് സെറ്റാക്കി എടുത്തു. ആ സെൻറ്ററിലിരിക്കുന്ന ഓറഞ്ചിന് ഞാൻ അറിയാതെ ഒന്ന് ഓറഞ്ച് കളർ കൊടുത്തു. പക്ഷേ അത് മുറിച്ച് വെച്ചിരിക്കുന്ന ഓറഞ്ചായിരുന്നു കേട്ടോ. അങ്ങനെ വരയ്ക്കാനാണ് ഞാനത് സെറ്റ് ചെയ്തത്. പക്ഷേ അറിയാതെ ഞാൻ അതിലും കൂടി അങ്ങ് കൈ പതിപ്പിച്ചു. എന്നിട്ട് ഞാനത് അവിടെ തന്നെ വിട്ടു. എന്നിട്ട് ബാക്കിയുള്ളതൊന്ന് സെറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ഒറിജിനൽ ലുക്ക് ആണ് എൻ്റെ ഒരു ലക്ഷ്യം. ചിലപ്പോഴൊക്കെ പാളിപ്പോവാറുണ്ട്, ചിലപ്പോഴൊക്കെ സക്സസ് ആവാറുണ്ട്. അങ്ങനെ ഒരു ഒറിജിനൽ ലുക്ക് വരാൻ വേണ്ടിയിട്ട് ആ ഒരു ഓറഞ്ചിന് യെല്ലോ ഷെയ്ഡോട് കൊടുക്കണം കേട്ടോ. അതായത് ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ നേരെ നോക്കുമ്പോൾ ഒരു സൈഡിലോട്ട് ഒരു പ്രകാശം വന്ന് തട്ടി അതിനൊരു യെല്ലോയിഷ് കളർ വരാറില്ലേ. അപ്പോൾ അത് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് യെല്ലോയുടെ ആഡ് ചെയ്യുന്നത്. പിന്നെ ഒരു വാട്ടർ കളർ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്, നമുക്ക് ഉണങ്ങിയതിന് ശേഷമേ അടുത്ത കോട്ട് കൊടുക്കാൻ പറ്റൂ, അതാണ്. പിന്നെ ആ ഒരു മുറിച്ച് വെച്ചിരിക്കുന്ന ഓറഞ്ചില്ലേ, ആ ഓറഞ്ചിന് ഫസ്റ്റ് ഒരു ലൈറ്റ് യെല്ലോ പോലത്തെയാണ് കൊടുത്തത്. കടുത്ത ഓറഞ്ചല്ല, ഒരു ലൈറ്റ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് അങ്ങനെ ഞാൻ കൊടുത്തതിന് ശേഷം ഇതുപോലെ വൈറ്റ് പെൻ യൂസ് ചെയ്തിട്ട് ലൈൻ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഓരോ അല്ലികളും ഉണ്ടല്ലോ, അല്ലികളല്ല ഓരോ ഇതളുകളും വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ ചെയ്യില്ലേ. അപ്പം അതിന് യൂസ് ചെയ്തത് ഫസ്റ്റ് പെന്നാണ്. പെന്നങ്ങോട്ട് നന്നായിട്ട് തെളിയുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ബ്രഷ് തന്നെ യൂസ് ചെയ്തു. എന്നിട്ട് ഇതുപോലെ കൊടുത്തപ്പോഴത്തേക്കും കറക്റ്റ് ആ ഒരു ലുക്കൊക്കെ കിട്ടി. പിന്നെ അതൊന്ന് സെറ്റാക്കി എടുക്കുകയാണ് ചെയ്തത്. പിന്നെ അതിനകത്ത് വരുന്ന നമ്മുടെ ഓരോ അല്ലികളും വേർതിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു വരകളുണ്ടല്ലോ, അപ്പോൾ അതും വൈറ്റ് കളർ തന്നെയാണ്. അപ്പോൾ അതിന് ഞാൻ ബ്രഷ് യൂസ് ചെയ്തപ്പോൾ അതങ്ങോട്ട് അത്ര പറ്റുന്നില്ലായിരുന്നു. ബ്രഷിൽ നമ്മുടെ ആ ഒരു ഓരോ നാരുകളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുന്നത് കൊണ്ട് കറക്റ്റ് ആ ഒരു വര നമുക്ക് ആ ഒരു ഷേപ്പിൽ കിട്ടത്തില്ല. അതുകൊണ്ട് വീണ്ടും ഞാൻ പേന തന്നെ എടുത്തു. പേന എടുത്തിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വരകൾ അത് വെച്ചിട്ട് അത് സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ വരച്ച് സെറ്റാക്കി. പിന്നെ ലീഫിന് ആദ്യം യെല്ലോ കളറാണ് കൊടുത്തത്. അത് പിന്നീട് ഗ്രീൻ കൂടെ ആഡ് ചെയ്ത് മാറ്റുന്നുണ്ട്. പിന്നെ ഈ ഓറഞ്ചിനെ ഒന്നുകൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് വൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. വൈറ്റ് പെയിൻറ്റ് സൈഡിലായിട്ട് ആ ഒരു വെട്ടം കിട്ടുന്ന ഒരു ഭാഗമുണ്ടല്ലോ, അപ്പോൾ അവിടെ ഇങ്ങനെ വെള്ള നിറത്തിലായിരിക്കും വരുന്നത്, ഷെയ്ഡ് വരുന്നത്. അപ്പം അതിനായിട്ട് കുഞ്ഞു കുഞ്ഞു ഡോട്ട്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു ഒറിജിനൽ ലുക്ക് വരാൻ വേണ്ടിയിട്ട്. യെല്ലോ മാത്രമല്ല, വൈറ്റ് മാത്രമല്ല, യെല്ലോയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ വൈറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും ആ ഒരു യെല്ലോയുടെ ആ ഒരു നനവ് ആ ഒരു സ്ഥലത്ത് കാണും. അത് പിന്നെ ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ വീണ്ടും കളറ് മങ്ങി ആ ഒരു യെല്ലോ ഓറഞ്ച് ഒരു ഇത് വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ ആദ്യമൊക്കെ വൈറ്റ് കൊടുത്ത ഭാഗത്ത് ഒരു ഓറഞ്ച് യെല്ലോ പോലെയൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ അത് നല്ലതാണ് കേട്ടോ.
പിന്നെ കുറച്ചും കൂടെയൊക്കെ ഡാർക്കായിട്ട് യെല്ലോ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ലീഫിന് കളർ കൊടുക്കുകയാണ്. ആദ്യം യെല്ലോ കൊടുത്തിരുന്നു, അതിനുശേഷം അതിന് മുകളിലായിട്ട് ഇതുപോലെ ഗ്രീൻ കളറ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡാർക്ക് വരുന്ന ഭാഗമുണ്ട്, അതുപോലെ തന്നെ ലൈറ്റ് ഗ്രീൻ യെല്ലോ ആ ഒരു ഷെയ്ഡ് വരുന്നൊരു ഭാഗമുണ്ട്. ഈ ലീഫ് എനിക്ക് നന്നായിട്ട് ഫ്ലോപ്പായെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ലാസ്റ്റ് നിമിഷത്തിൽ ഉറക്കം വരുന്ന ആ ഒരു ടൈം വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് കാട്ടിക്കൂട്ടി ചെയ്തതാണ് കേട്ടോ. പിറ്റേ ദിവസം ടീമാണ്, അപ്പം അന്ന് തന്നെ ഉണങ്ങും അത് ഓക്കെ ആവും. എന്നാലും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്റ്റ് ആയെന്ന് തോന്നില്ല, എന്നാലും കുഴപ്പമില്ല, ഏകദേശമൊക്കെ കറക്റ്റായിട്ട് വന്നെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഓറഞ്ച്. എന്നിട്ട് ലാസ്റ്റ് ഒരു ഓറഞ്ച് എന്ന് പേരൊക്കെ എഴുതി സെറ്റാക്കി. അത് ഗ്രീൻ കളറാണ് വെച്ച് എഴുതിയത് കേട്ടോ. എല്ലാം ഓറഞ്ച് ആയാലും മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഗ്രീനാണ് കൊടുത്തത്. അങ്ങനെ ഓറഞ്ച് എന്നൊക്കെ എഴുതി ഫിനിഷ് ചെയ്തു. ഇനി അമ്പാടിക്ക് കൊടുക്കാം. വരച്ച് തുടങ്ങിയപ്പോഴത്തേക്കും അത്രയ്ക്ക് അങ്ങോട്ട് ഓക്കെ ആവില്ലെന്നാണ് വിചാരിച്ചത്. വാട്ടർ കളറിൽ ഇങ്ങനെ ഡ്രോയിങ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല എന്ന് തോന്നുന്നു. അങ്ങനെ അമ്പാടിക്ക് കൊടുത്തു, അവനും ഇഷ്ടപ്പെട്ടു. അങ്ങനെ പിറ്റേ ദിവസം തീമൊക്കെ ആയിട്ട് സ്കൂളിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ടാറ്റാ.